ഓരോ ഘട്ടത്തിലും നമുക്ക് പ്രതിസന്ധി ഉണ്ടായിരുന്നു. ആകെ ഒരു അതിജീവനമാണ്. എല്ലാ പ്രതിസന്ധികളെയും വകഞ്ഞു മാറ്റി അതിനെ അതിജീവിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തകരും മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. തുടക്കത്തിൽ ഇവരൊക്കെ നമ്മോട് പ്രതികരിച്ചിരുന്നു. അത്തരത്തിൽ വലിയ തടസ്സം അവർക്ക് നേരിട്ടിരുന്നു. ഈ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റാനുള്ള അത്തരത്തിലുള്ള യന്ത്ര സാമഗ്രികൾ ഇവർ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ കട്ടറുകൾ ഇവർക്ക് എത്തിച്ചു നൽകി. അത് മാത്രം പോരാ, നമ്മൾ ഇതിലൂടെ നടന്നു വന്ന വഴി എന്ന് പറയുന്നത് മുട്ടുവരെ ചളി പുതഞ്ഞു കിടക്കുകയാണ്. അതിന് മുകളിലായാണ് ഈ മരങ്ങളെല്ലാം വന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്നത്. അതിനും പൊക്കത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു വീടിന് മുകളിൽ നിന്നുള്ള ഒരു ദൃശ്യങ്ങളാണ് എന്നുള്ളതാണ്. വീടിന് മുന്നിൽ നിന്നാണ് നമ്മുടെ ക്യാമറാമാൻ പ്രജോഷ് കുമാർ ഈ ഒരു ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വീട് പകുതിയോളം ചളിയിൽ ആഴ്ന്ന നിലയിലാണ് ഉണ്ടായിരുന്നത്. ഇവർക്ക് ഇപ്പോൾ സഹായത്തിനായുള്ള ഈ വടങ്ങളാണ്. ഈ ചളിയിൽ ആണ്ടുപോകുന്ന ഭാഗത്ത് ഈ വടങ്ങൾ കെട്ടി ഇവർ പരസ്പര കൈ ഓർത്താണ് ഇതിനെയും മറികടക്കുന്നത് എന്നാണ് അവർ രക്ഷാപ്രവർത്തകർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇതിനെ ഓരോന്നായി ഈ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റിക്കൊണ്ടുള്ള മരങ്ങൾ ഇവിടെ നീക്കം ചെയ്ത് ഇത് നീക്കം ചെയ്യണം. അതിനായി മണ്ണ് മാന്തി യന്ത്രങ്ങൾ തന്നെ വരണം. അതിങ്ങോട്ടേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. സൈന്യം ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഈ മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് ഇതെല്ലാം അകഞ്ഞു മാറ്റി നീക്കിയാൽ മാത്രമേ കൂടുതൽ നമുക്ക് ഇവിടെ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിക്കൂ. 23 മൃതദേഹങ്ങൾ ആദ്യം കിട്ടിയ ഒരു മേഖലയാണ്. 16 മൃതദേഹങ്ങൾ രണ്ടാം ദിവസം കിട്ടിയ മേഖലയാണ്. ആദ്യ ദിനത്ത് സത്യം പറഞ്ഞാൽ ഈ ഒരു മേഖലയിൽ ഒരു വീട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് വന്ന് അടിഞ്ഞു ചേർന്ന ഒരു മേഖലയാണ് ഇത്. ഈ എല്ലാ പ്രദേശത്തും തൊട്ട ദൂരേക്ക് ക്യാമറ സൂം ചെയ്താൽ നമുക്കൊരു നീരൊഴുക്ക് കാണാമെന്ന് തോന്നുന്നു. ഇതാണ് ചാലിയാറിലേക്ക് ഈ മൃതദേഹങ്ങൾ ഒലിച്ചു പോയതായി നമ്മൾ സംശയിക്കാവുന്ന ഭാഗമെന്ന് ഇവിടെ പ്രദേശവാസികൾ പറയുന്നു. ഇതിലൂടെ ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. നേരെ ചാലിയാറിന്റെ ഒരു കൈവഴിയാണ് കാണുന്നത്. അങ്ങനെ വന്ന് അടിഞ്ഞു ചേർന്ന ഒരു ഭാഗമാണ്. അത്തരത്തിലൊരു ദുരന്ത ഭൂമിയുടെ ഒരു ആഴം കാണുന്ന ഭാഗമാണ്. ഇത്തരത്തിൽ ഇങ്ങനെ വിശാലമായ ഈ മണ്ണ് ഇങ്ങനെ മൂടിക്കിടക്കുകയാണ്. ഇവിടുത്തെ പ്രദേശത്തെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന വാർഡ് മെമ്പറാണ് നമ്മോടൊപ്പം ചേരുന്നത്. എന്താണ് ഇവിടേക്ക് വന്ന് ഇങ്ങനെ അടിഞ്ഞു ചേരുകയാണ് അല്ലെ ഈ ഒരു പ്രദേശത്ത്? നമ്മുടെ മുണ്ടക്കായി ഭാഗത്തുനിന്നും ചൂരമല ഭാഗത്തുനിന്നും വന്ന് അടിഞ്ഞു ചേരുന്ന ഒരു ഭാഗമാണ് അട്ടമല പ്രദേശം. ഇവിടെയാണ് വന്ന് അടിഞ്ഞിടുന്നത്. 2 ദിവസം കൊണ്ട് ഇന്നലെ വരെ നമ്മളൊരു 38ഓളം ബോഡികൾ നമുക്ക് ഇവിടുന്ന് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി രക്ഷാപ്രവർത്തനം ഊർജ്ജമാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഇവിടുന്ന് നമുക്ക് ചെയ്യാൻ കഴിയും. ഇവിടെ തന്നെ നമുക്ക് ഇനി ബോഡികളുണ്ട്. ഇപ്പോൾ രാവിലെ മുതൽ തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പല മേഖലകളെ കേന്ദ്രീകരിച്ച് വേണം നമുക്ക് രക്ഷാപ്രവർത്തനം നടത്താറുണ്ട്. അത് മിഷനറി സാധനം, അതുപോലെ ഇറ്റാച്ച് പോലെ സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പുഴ പോകുന്നത് ചാലിയാറിലോട്ടാണ് പോകുന്നത്. സൂചിപ്പാറ വഴി അതിനെ പുനപ്പുഴ കടന്ന് ചാലിയാറിലോട്ടാണ് പോകുന്നത്. നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ബോഡികൾ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ അവസ്ഥകൾ പറയുമ്പോൾ എല്ലാ മേഖലയിലും മരണത്തിൻ്റെ മണാണ് നമുക്ക് കാണുന്നത്. ആ ഒരു സ്ഥിതിവിശേഷം എൻ്റെ പ്രദേശമാണിത്. ഞാൻ ജനിച്ചു വളർന്ന നാടാണിത്. മരിച്ച ആൾക്കാരൊക്കെ എനിക്കെല്ലാവരും അറിയും. നമ്മളെ മുണ്ടക്കായി, ചൂരമല, അട്ടമല ഭാഗത്ത് മരണപ്പെട്ട എല്ലാ ആൾക്കാരും കൃത്യമായിട്ട് എനിക്കറിയാം. പക്ഷെ ഇവരൊക്കെ ബോഡി എടുക്കുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുള്ളത്. ആ ഒരു മാനസിക പ്രയാസം കൂടി നമുക്കിതിലുണ്ട്. എന്താ പറയേണ്ടത് നമുക്കറിയില്ല. എത്ര ജനങ്ങളാണ് നമ്മളെ ഇന്ന് വിട്ടുപോയത്. മരണസംഖ്യ ഇനി ഉയരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, മുണ്ടക്കായിൽ നിന്നാണ് ഇത് ഒഴുകി വന്നത്. ഈ വെള്ളരിപ്പാറയിൽ നിന്ന് വന്ന് നേരെ മുണ്ടക്കായിൽ പകുതി 150ഓളം വീടുകൾ തകർന്നു പോയിട്ടുണ്ട്. അതുപോലെ ചൂരമല വാർഡിൽ ഒരു 120ഓളം വാർഡുകൾ പോയിട്ടുണ്ട്. എൻ്റെ വാർഡിൽ 68ഓളം വാർഡുകൾ ഇന്നലെയാണ് നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇന്നലെയാണ് നമുക്ക് ബ്രിഡ്ജ് വന്ന ശേഷം നമുക്ക് അങ്ങോട്ട് കടക്കാൻ കഴിഞ്ഞത്. അത്രമാത്രം ഭീകരമായൊരു അന്തരീക്ഷമാണ് നമ്മൾ ഈ പ്രദേശത്ത് നിലനിന്ന് പോകുന്നത്. തീർച്ചയായും നമുക്ക് മനസ്സിലാകുന്നുണ്ട് മെമ്പറുടെ ആ വാക്കുകൾ. അത് നമുക്ക് അനുഭവിച്ച് തന്നെ അറിയുന്നുണ്ട്. അത്രമേൽ ദുഷ്കരമാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് നടന്നു വന്ന വഴി. ഞാൻ രക്ഷാപ്രവർത്തകരുടെ സഹായത്തോടെയാണ്. കാരണം കാലൊക്കെ മുട്ടുവരെ ചളിയിലേക്ക് ആണ്ടുപോകുന്ന ഒരു സാഹചര്യം. ഒരാൾ പൊക്കത്തിൽ ചളിയുള്ള മേഖലയിലേക്കാണ് ഇവരൊക്കെ ഇറങ്ങി പോകുന്നത്. സൈന്യം ഇപ്പോൾ ഇങ്ങോട്ടേക്കായി എത്തുന്നുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. സൈന്യം അരുണിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ